ഇപ്പോൾ ജപ്പാനിൽ നല്ല ചൂടുള്ള ടൈമാണ് കേട്ടോ. ഏടെ പുറത്തിറങ്ങായിരുന്നില്ല. ഞാൻ എൻ്റെ വണ്ടി കഴുകിയിട്ട് ഏകദേശം 2 ആഴ്ച. അപ്പോൾ ഇന്നൊന്ന് കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ റോപ്പിനെ വിളിച്ച് റോപ്പ് ബക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വന്നു. ഇതാണ് കഴുകുന്നതിന് മുമ്പുള്ള അവസ്ഥ. അത്ര വലിയ ചളിയൊന്നുമില്ല, എന്നാലും നമ്മൾ ഒന്ന് കഴുകാലോ. ഇതാണ് വാഷിംഗ് സെൻറ്റർ. ഓട്ടോമാറ്റിക് ഉണ്ട്, പക്ഷേ ഓട്ടോമാറ്റിക് നമുക്ക് അത്ര തൃപ്തിയല്ലാത്തതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് നമ്മൾ തന്നെ കഴിയുന്നതാണ് എടുത്തത്. നല്ല പവറിലാണ് കേട്ടോ ആ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത്. ഞാൻ ഒന്ന് കൈ വെച്ച് നോക്കി, കൈ വെക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ തെറിക്കുന്നു, അത്ര പവറിലുണ്ട്. കുറച്ച് ടൈമായിന്ന് സാധാ വെള്ളം വരും, പിന്നെ ഫോം വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേ വെള്ളം വരില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അങ്ങനെ വണ്ടീൻ്റെ ഔട്ട് സൈഡെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് കുറച്ച് ഉള്ളെല്ലാം ഒന്ന് കഴുകണമല്ലോ. അങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇവിടെ സൈഡിൽ നിന്നിട്ട് ഉള്ളും കഴുകാനുള്ള സംവിധാനമുണ്ട്. ഉള്ളിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊടിയെല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാക്കം എടുത്ത്. വാക്കം ആകെ 100 എണ്ണേ ഉള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിലത്തെ 50 രൂപ. ഇവിടെ മാറ്റ് കഴുകാനുള്ള മെഷീനും അവൈലബിൾ ആണ്. അതിനുശേഷം ഞാൻ എൻ്റെ കാറിൻ്റെ ടയറിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ അടിക്കാറുണ്ട്. അങ്ങനെ ആ സ്പ്രേ അടിച്ചു. അതിന് ശേഷം ടയർ നല്ല ഗ്ലേസിങ് കിട്ടി. ഇതാ കഴുകിയതിന് ശേഷമുള്ളത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഫോളോ, സബ്സ്ക്രൈബ് ഒനിഗാഷിമാസ്.